ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോ ചാപ്റ്റർ 8 അതിലെ സിലബസിൽ നിങ്ങൾക്ക് കാണാം. സിലബസ് പ്രകാരമായിരിക്കും ടീച്ചർ ഈ ചാപ്റ്റേഴ്സ്, ഈ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരിക. അപ്പോ ആ സിലബസ് പ്രകാരം നിങ്ങൾക്ക് 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫെഡറൽ സംവിധാനം. എന്താ മക്കളെ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനെയാണ് ഇവിടെ ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ഫെഡറലിസം അഥവാ ഫെഡറൽ സംവിധാനം. അപ്പോ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചാപ്റ്റർ 8ലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ പറയുന്നത്. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചാപ്റ്റർ 8 ഇന്ത്യൻ ഫെഡറലിസം. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സിവിക് ഭരണഘടനയാണ്. കാരണം കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ചേർന്നു ഭരണം നടത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അതിനെയാണ് അപ്പൊ കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് ചേർന്ന് ഭരണം നടത്തുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സംസ്ഥാന ഗവൺമെന്റും അതേപോലെ സെൻട്രൽ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്ത്യയില് ഭരണ നിർവഹണം നടത്തപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഉള്ളത്. അങ്ങനെ ഈ 29 സംസ്ഥാനങ്ങളിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഭരണം പങ്കിടുന്നത്. അപ്പൊ ഈ ഒരു സംവിധാനത്തെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ പഠിക്കണം? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ഭരണഘടനയുടെ സവിശേഷതകള്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങള്, ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ സമഗ്രമായ അവലോകനം, ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ ചാപ്റ്റർ 8ലൂടെ മനസ്സിലാക്കണം കേട്ടോ. അതിൽ നമുക്ക് ഫെഡറൽ സംവിധാനം, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറൽ അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം എന്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇനി വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ വാട്ട് ഈസ് മീൻ ബൈ ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വ്യക്തമായ അധികാരങ്ങളും ചുമതലകളും നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ രാജ്യത്തിന്റെ ഐക്യവും വൈവിധ്യവും സംരക്ഷിക്കപ്പെടുന്നു. ഇതിനെയാണ് എന്തു പറയുന്നത്? ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വ്യക്തമായ അധികാരങ്ങളും അതുപോലെ തന്നെ ചുമതലകളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തിന്റെ ഐക്യവും യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും ഐക്യവും വൈവിധ്യവും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫെഡറൽ സംവിധാനം. അതേപോലെ നമ്മള് ഇത് നോക്കൂ. അപ്പൊ ഫെഡറൽ സംവിധാനം എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ചേർന്ന് ഭരണം നടത്തുന്ന സർക്കാരുകളെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തിന്റെ ഐക്യവും വൈവിധ്യവും യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്രം ഒരു ദേശീയ തലത്തിലുള്ള അധികാരമായിരിക്കും. എന്നാൽ സംസ്ഥാനങ്ങളായിരിക്കുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള അധികാരമായിരിക്കും.
ഈ രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ഭരണഘടന ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് ഭരണഘടന ഇരുവർക്കും നിയന്ത്രണമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഏത് നിയന്ത്രണം നൽകുന്നുണ്ട്? കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. എപ്പോ നിങ്ങൾക്ക് ഫെഡറലിസം എന്താ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഫെഡറലിസം എന്ന് പറഞ്ഞാല് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് ചേർന്ന് ഭരണം നടത്തുന്നതിനെയാണ് എന്ത് പറയുക? ഫെഡറലിസം അഥവാ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അതിന്റെ അധികാരം ഉണ്ടായിരിക്കും. അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. അതേപോലെ നമ്മൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. എന്താ മക്കളെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ? നമ്മളെ സുപ്രീം കോടതി അല്ലേ? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു അടിത്തറയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ ആയിട്ടാണ് എന്തിനെ പരിഗണിക്കുന്നത്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയെ പരിഗണിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിത്തറയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. മാത്രല്ല ഇവിടെ എന്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളാണ് ഇവിടെ പരിഹരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിത്തറയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അതായത് ഫ്രീ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയും. ഇവിടെ എന്തിനൊക്കെയാണ് പരിഹാരം കൊടുക്കുന്നത്? തർക്ക പരിഹാരം. സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കും. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കുക എവിടെയാണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയായിട്ടുള്ള സുപ്രീം കോടതിയിലാണ്. ഇപ്പൊ ഫെഡറൽ ഗവൺമെന്റ് ആയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഏത് വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നത് എവിടെയാണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിലാണ്. മാത്രല്ല നമ്മളുടെ ഈ സുപ്രീം കോടതി അഥവാ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ത് നൽകുന്നുണ്ട്? അതായത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നുണ്ട്, ഭരണഘടനയെ സംരക്ഷിക്കുന്നുണ്ട്, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാക്കാൻ അധികാരമുണ്ട്. അതേപോലെ തന്നെ അവസാന അപ്പീൽ കോടതി, രാജ്യത്തെ പരമോന്നത നീതിന്യായ അധികാരമാണ് ഏത്? ഈ സുപ്രീം കോടതി. അപ്പോ നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിലെ പ്രധാന ഘടകമാണ് ഏത്? സുപ്രീം കോടതി അഥവാ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഈ സുപ്രീം കോടതി എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്? സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നു, ഭരണഘടനയെ സംരക്ഷിക്കുന്നു. നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെ അസാധുവാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? സുപ്രീം കോടതിക്കാണ് അധികാരമുള്ളത്. അതേപോലെ തന്നെ അവസാന അപ്പീൽ കോടതിയായിട്ടാണ് നമുക്കറിയാം, നമുക്ക് നമ്മളുടെ കീഴ്ക്കോടതിയിന്നോ ജില്ലാ കോടതിയിന്നോ ഹൈക്കോടതിയിന്നോ നീതി നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് നമ്മളുടെ അവസാനത്തെ അത്താണിയാണ് ഏത്? സുപ്രീം കോടതി. അപ്പൊ രാജ്യത്തെ പരമോന്നത നീതിന്യായ അധികാരമായിട്ടാണ് എന്തിനെ കാണുന്നത്? സുപ്രീം കോടതിയെ അഥവാ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയെ. അടുത്തത് നോക്കൂ, ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്നത്? ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. മാത്രമല്ല ഒരു കർക്കശ ഭരണഘടനയാണ്. അതായത് ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഭരണഘടന എപ്പോഴും എങ്ങനെയുള്ളതാണ്? ഒരു എഴുതപ്പെട്ട ബ്രൈറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. എഴുതപ്പെട്ടതും കർക്കശമായ റിജിഡ് ആയിട്ടുള്ള ഭരണഘടനയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്.
കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടോ ഇന്ത്യൻ ഭരണഘടന ഉണ്ടോ, ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. മാത്രല്ല അതില് കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ ഇന്ത്യൻ ഭരണഘടന ഒരു കർക്കശ ഭരണഘടനയാണ് എന്നാ പറയണത്. എന്താ കർക്കശം എന്ന് പറഞ്ഞാൽ? മാറ്റമില്ലാത്ത ഭരണഘടനയാണ്. കാരണം ഭേദഗതിക്ക് പ്രത്യേക നടപടിക്രമം വേണം. കാരണം ഇന്ത്യൻ ഭരണഘടന കർക്കശാണ്, റിജിഡാണ്, അതിന് മാറ്റല്ല. പിന്നെ ഭേദഗതി വരുത്തണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. ചില ഭേദഗതികൾക്ക് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാന അംഗീകാരവും വേണം. അപ്പോ കർക്കശ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഭേദഗതിക്ക് പ്രത്യേക നടപടിക്രമം ആവശ്യമാണ്. മാത്രല്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അപ്പോൾ മാത്രമേ നമുക്ക് ഭരണഘടനയത്തെ ഏതെങ്കിലും നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ട ഒരു നിയമം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം. ആ അംഗങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ഭേദഗതി വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ഭരണഘടനയുടെ സവിശേഷത. അടുത്തത് ടീച്ചർ പറഞ്ഞു, ഇന്ത്യൻ ഫെഡറലിസത്തെ 3 പട്ടികകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തെ ഭരണഘടന 3 പട്ടികകളായി തിരിച്ചിരുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഫെഡറലിസത്തെ 3 പട്ടികകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 3 ഷെഡ്യൂൾസ്, 3 ഷെഡ്യൂളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്രതിരോധം, റെയിൽവേ, തപാൽ തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രത്തിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ പറ്റൂ. നമുക്കറിയാം, പ്രതിരോധ മന്ത്രാലയം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള അക്രമങ്ങളെ ചെറുത്തു നിർത്താൻ വേണ്ടിയുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിരോധ മേഖല നമുക്കുണ്ട്. അപ്പൊ ആ പ്രതിരോധവും അതേപോലെ ഇന്ത്യൻ റെയിൽവേയും തപാൽ വകുപ്പും ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? കേന്ദ്ര ലിസ്റ്റിൽ അഥവാ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തെ 3 വിഭജനങ്ങളാണ് ഭരണഘടന നൽകിയിട്ടുള്ളത്. 3 രീതിയിലാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അധികാരത്തെ വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് വകുപ്പ്? പ്രതിരോധം, റെയിൽവേ, തപാല് തുടങ്ങിയ ദേശീയ വിഷയങ്ങൾ പാർലമെന്റ് മാത്രം നിയമം നിർമ്മിക്കുന്നു. അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുജനാരോഗ്യം, പോലീസ് തുടങ്ങിയ സംസ്ഥാന വിഷയങ്ങൾ മാത്രമാണ് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാൽ ഏതൊക്കെയാ വരിക? വൈദ്യുതി, മറ്റു സാമൂഹിക പദ്ധതികളെ തുടങ്ങിയ വിഷയങ്ങളിൽ ആർക്കൊക്കെ ഏർപ്പെടാം? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തെ 3 പട്ടികകളാക്കിയാണ് തിരിച്ചിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് ആകുമ്പോൾ പ്രതിരോധവും റെയിൽവേയും തപാലുമാണ്. അത് കേന്ദ്രത്തിന് മാത്രം അറിയിക്കപ്പെട്ട ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരിക്കുമ്പോൾ പൊതുജനാരോഗ്യവും പോലീസും മറ്റ് സംസ്ഥാന വിഷയങ്ങളും ഒക്കെയാണ് സ്റ്റേറ്റിന് മാത്രം ഉള്ളത്. കൺകറന്റ് ലിസ്റ്റ് ആകുമ്പോൾ 2 കൂട്ടർക്കും കൂടി ഇടപെടാം. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അതിൽ വരുന്നതാണ് വൈദ്യുതി, മറ്റു സാമൂഹിക പദ്ധതികളെ. ഇവയിലൊക്കെ കേന്ദ്രത്തിനും അതേപോലെ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാം? നിയമനിർമ്മാണം നടത്താവുന്നതാണ്. ഇനി ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവം എന്താണ്? ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവം എന്ന് നോക്കൂ. അതായത് ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ
ആ, ഇന്ത്യൻ ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സംസ്ഥാനവും കേന്ദ്രവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ചില ഏകക സവിശേഷതയാണ് എന്നാ പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ഒരു ഏകകമായ ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആയിട്ടാണ് ഇന്ത്യ രാജ്യം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഫോം യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫെഡറേഷൻ രൂപം കൊള്ളുന്നത് എന്തായിട്ടാണ്? ഒരു ഏകാത്മക സ്വഭാവമായിട്ടാണ്, ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആയിട്ടാണ് ഇന്ത്യൻ ഫെഡറേഷൻ നിലകൊള്ളുന്നത്. ഇനി എന്താണ് ഈ യൂണിറ്ററി ഗവൺമെന്റിന്റെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഫെഡറേഷൻ നിലകൊള്ളുന്നത് എങ്ങനെയാണ്? ഒരു യൂണിറ്ററി ഫോംസ് ആണ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് യൂണിറ്ററി ഫോംസിന്റെ സവിശേഷതകൾ? എന്തൊക്കെയാണ് യൂണിറ്ററി ഫോംസിന്റെ സവിശേഷത? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം, ഗവർണർ ആയിരിക്കും നിയമിക്കുക, അതേപോലെ ഒരു ഒറ്റ പൗരത്വേ പാടുള്ളൂ, ഓൾ ഇന്ത്യ സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് ഏകക സവിശേഷത അഥവാ യൂണിറ്ററി ഗവൺമെന്റിന്റെ സവിശേഷത. ഈ യൂണിയൻ സ്റ്റേറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യ എപ്പോഴും സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മളെ സംസ്ഥാനങ്ങളിൽ നിന്നും വേർപിരിക്കാൻ അവകാശമില്ല. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയെ വേർപിരിക്കാൻ കഴിയില്ല. മാത്രല്ല നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരൊറ്റ ഇന്ത്യക്കാരൻ എന്നൊരു പൗരത്വേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നമ്മൾ ഏത് സംസ്ഥാനത്തില് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ നമ്മൾ താമസിച്ചാലും ഇന്ത്യക്കാരെന്നാ പറയാ. ഒരു വിദേശത്ത് പോയാൽ നമ്മളെ അറിയപ്പെടുക എന്താണ്? ഇന്ത്യക്കാരെന്നാണ് അറിയപ്പെടുക. അതുകൊണ്ട് ഇന്ത്യയിൽ പൗരത്വം ഉണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇരട്ട പൗരത്വം കിട്ടുന്നതല്ല. എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ ഒരു പൗരത്വമാണ് ഉണ്ടായിരിക്കുക. അതേപോലെ നമ്മൾക്കറിയാം ഫെഡറേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗവർണർ നിയമനം. നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ നിയമിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനങ്ങളിലെ എല്ലാ വിവരങ്ങളും അതാത് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ടാവും. ആ മുഖ്യമന്ത്രിമാര് ആ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും ആരെ അറിയിക്കണം? അതാത് സംസ്ഥാന ഗവർണർമാരൊക്കെ. അപ്പൊ ഈ എല്ലാ സംസ്ഥാനത്തിലും ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? അതാത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ നിയമിക്കും. ആ ഗവർണർമാർക്ക് ആര് റിപ്പോർട്ട് കൊടുക്കണം? അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഗവർണറെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. ഗവർണർമാരെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് എന്തില്ല? അധികാരമില്ല. അപ്പോ അതാത് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ നിയമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതാത് സംസ്ഥാനങ്ങളില് ഗവർണർമാരെ നിയമിക്കുന്നത്? അതാത് സംസ്ഥാനങ്ങളിലെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അതാത് സംസ്ഥാനങ്ങളിൽ എന്തിനെ നിയമിക്കുന്നത്? ഗവർണർമാരെ നിയമിക്കുന്നത്. അതേപോലെ ഓൾ ഇന്ത്യ സർവീസിനെ നിയമിക്കുന്നതും ആരെന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. IAS, ഇന്ത്യൻ പോലീസ് സർവീസും അതേപോലെ ഇന്ത്യൻ കളക്ടറാണ് കേട്ടോ IAS വരിക. അപ്പൊ IAS ആയാലും IPS ആയാലും ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്ര മന്ത്രാലയത്തിനാണ്, കേന്ദ്ര നിയന്ത്രണത്തിനാണ്. ഇതൊക്കെയാണ് ഒരു യൂണിറ്ററി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ സവിശേഷത. ഇപ്പൊ യൂണിറ്ററി ഗവൺമെന്റ് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഒരു രാജ്യമാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു യൂണിയൻ ആയിട്ടാ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ എന്നൊരു നാമത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിറ്ററി ഗവൺമെന്റിന്റെ പ്രത്യേകത പറയുന്നത് എന്താണ്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ്. സംസ്ഥാനങ്ങളിൽ നിന്നും വേർപിരിക്കാൻ കഴിയില്ല. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്രമാണ്. അതുമാത്രല്ല ഇന്ത്യയിൽ ഇരട്ട പൗരത്വം സാധ്യമല്ല. ഓൾ ഇന്ത്യ സർവീസിനെ നിയമിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇതാണ് അതായത് യൂണിറ്ററി ഗവൺമെന്റ് അഥവാ
ഇന്ത്യൻ ഫെഡറേഷന്റെ സവിശേഷതയായി അറിയപ്പെടുന്നത്. അടുത്തതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ. എന്തൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ? നോക്കൂ, ഇവിടെ നോക്കുക. നിയമനിർമ്മാണം, യൂണിയൻ ലിസ്റ്റ്. നിയമനിർമ്മാണം, കൺകറന്റ് ലിസ്റ്റ്. നിയമനിർമ്മാണം കേന്ദ്രത്തിന് മാത്രമാണ്. പക്ഷെ സംസ്ഥാനത്തിൽ വരുമ്പോൾ ആരൊക്കെ കൈകാര്യം ചെയ്യും? കേന്ദ്രവും കൈകാര്യം ചെയ്യണം, സംസ്ഥാനവും കൈകാര്യം ചെയ്യണം. അതാണ് നിയമനിർമ്മാണം കൺകറന്റ് ലിസ്റ്റ് ആണ്. പിന്നെ ഭരണഘടനാപരമായി IAS IPS ഒക്കെ നിയമിക്കുക കേന്ദ്രമാണ്. എന്നാല് ഇന്ത്യയില് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബന്ധവും നികുതിയും ഗ്രാന്റുകളൊക്കെ കൈകാര്യം ചെയ്യുക കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് കൈകാര്യം ചെയ്യുക നിയമനിർമ്മാണവും ഭരണഘടനാപരമായ ബന്ധുവാണ്. കൺകറന്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണവും സാമ്പത്തിക ബന്ധവും നികുതിയും ഗ്രാന്റുകളൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ്. രണ്ടു കൂട്ടരും കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ കൺകറന്റ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് 3 മേഖലകളുണ്ട്: നിയമനിർമ്മാണം, ഭരണം, സാമ്പത്തികം. അതേപോലെ സാമ്പത്തിക ബന്ധങ്ങളും സർക്കാരിയ കമ്മീഷനും. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ചും എക്കണോമിക് റിലേഷനെ കുറിച്ചും അതേപോലെ സർക്കാരിയ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സാമ്പത്തിക ബന്ധം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത നികുതി ഉറവിടങ്ങളാണുള്ളത്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ കേന്ദ്രവും അതേപോലെ സ്റ്റേറ്റിനും എങ്ങനെയാണ് സാമ്പത്തിക ബന്ധം ഉള്ളത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത നികുതി ഉറവിടങ്ങളാണ് ഉള്ളത്. സംസ്ഥാനങ്ങൾ പലപ്പോഴും കേന്ദ്ര ധനസഹായത്തെ ആശ്രയിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ കേന്ദ്രത്തിന് കൂടുതൽ നിയന്ത്രണം ആവശ്യമാണ്. ഇപ്പൊ സാമ്പത്തിക ബന്ധം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം എങ്ങനെയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത നികുതി ഉറവിടങ്ങളാണ്. സംസ്ഥാനങ്ങൾ പലപ്പോഴും കേന്ദ്ര ധനസഹായത്തെ ആശ്രയിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ കേന്ദ്രത്തിന് കൂടുതൽ നിയന്ത്രണം വേണം. അടുത്തതാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ 1983 1983 സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപീകരിച്ചതാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് സർക്കാരിയ കമ്മീഷൻ. പരസ്പര സഹകരണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഇത് ശുപാർശ ചെയ്യുന്നു. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയം ഭരണവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോ സാമ്പത്തിക ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത നികുതി ഉറവിടങ്ങളാണ്. സംസ്ഥാനങ്ങൾ പലപ്പോഴും കേന്ദ്ര ധനസഹായത്തെ ആശ്രയിക്കാറുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ കേന്ദ്രത്തിന് കൂടുതൽ നിയന്ത്രണമുണ്ട്. എന്നാൽ സർക്കാരിയ കമ്മീഷൻ 1983 സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപീകരിച്ച കമ്മീഷനാണ്. പരസ്പര സഹകരണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ശുപാർശ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയം ഭരണവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം കേട്ടോ. അടുത്തത് നോക്കൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് നോക്കൂ. നമ്മള് ഇന്ത്യൻ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ 3 പട്ടികകളുണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് പഠിച്ചു. പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നതാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയുടെ പങ്ക് എന്ന് പറയുന്നത് എല്ലാവിധ നിയമങ്ങളും നടപ്പാക്കുന്നത് ആരിലൂടെയാണ്? സുപ്രീം കോടതിയിലൂടെയാണ്. സുപ്രീം കോടതിയാണ് നമ്മളുടെ എല്ലാവിധ നിയമങ്ങളുടെയും അവസാനത്തെ അത്താണിയായിട്ടാണ് എന്തിനെ കാണുന്നത്? ഈ സുപ്രീം കോടതിയെ കാണുന്നത്. അതേപോലെ തന്നെ ഒറ്റ പൗരത്വം മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ, ഇരട്ട പൗരത്വം പാടില്ല. ഒരു ഫെഡറൽ ഏകക മിശ്രമാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് ഫെഡറലിസം നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ യൂണിയൻ ആണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമാക്കാനുള്ളത്. വീഡിയോ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 8 പേജ് നിങ്ങളെ കയ്യിലുള്ള ടെക്സ്റ്റ് പറഞ്ഞ ഗൈഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്
ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഗൈഡില് പേജ് നമ്പർ 63 തൊട്ടിട്ടാണ് ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിടക്കുന്നത് കേട്ടോ. ഏകദേശം 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ ആ 8 ക്വസ്റ്റ്യനിലും വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ വളരെ ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ടീച്ചർ കാണിച്ചു തരാം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ച് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നും ഭരണഘടനയാണ് നിയന്ത്രിക്കുന്നത് എന്നും പറഞ്ഞു. അതേപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നിലകൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തർക്കപരിഹാരം, ഭരണഘടനാ സംരക്ഷണം, അവസാന അപ്പീൽ കോടതി. അതേപോലെ ഭരണഘടനാ സവിശേഷതകൾ എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ഭരണഘടനയാണ്, കർക്കശ ഭരണഘടനയാണ്. കാരണം ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ടാണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് പറയാനുള്ള കാരണം. പിന്നെ അധികാരങ്ങളെ വിഭജിച്ചത് 3 രീതിയിലാണ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതേപോലെ ഇന്ത്യൻ ഫെഡറേഷന്റെ സ്വഭാവം അത് എങ്ങനെയാണ്? യൂണിറ്ററി ആണ് എന്നാ പറയുന്നത്. അതായത് ഇന്ത്യയെ ഒരു ഫെഡറൽ ഫോം ഓഫ് യൂണിറ്ററി ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കാരണം ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയുടെ ഉള്ളിൽ പെടുന്നതും ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഉള്ളത് എന്ന് പറയാനുള്ള കാരണം. പിന്നെ നമ്മുടെ യൂണിറ്ററി ഏകക സവിശേഷത അഥവാ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ സവിശേഷത എന്ന് പറഞ്ഞാല് യൂണിയൻ ലിസ്റ്റ് വരാം, ഒറ്റ പൗരത്വം വരാം, ഗവർണർ നിയമനം വരാം, ഓൾ ഇന്ത്യ. ഇതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്താന്ന് പറഞ്ഞു തന്നു. അതേപോലെ സാമ്പത്തിക ബന്ധങ്ങളും സർക്കാരിയ കമ്മീഷനും, സാമ്പത്തിക ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നും സർക്കാരിയ കമ്മീഷൻ എന്താണെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്, അതായത് ഒരുപാട് വലിച്ചു വാരിയൊന്നും ടീച്ചർ എടുക്കുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലും സെൻട്രൽ ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെടുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നന്നായി മനസ്സിലാക്കി വീഡിയോ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.